ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ വാഗ്വാദം. ന്യൂനപക്ഷത്തോടുള്ള പാർട്ടിയുടെ സമീപനത്തെ ചൊല്ലിയായിരുന്നു തർക്കം. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന് ആരോപിച്ച ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. മന്ത്രി PA മുഹമ്മദ് റിയാസ്, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർക്കെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുയർന്നു. സ്പീക്കർ AN ഷംസീറിന് മുതലാളി ബന്ധമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ആരോപണമുയർന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്നും. ഷഫീദ്, മറ്റു ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നതിനേക്കാൾ കടുപ്പത്തിലുള്ള ആരോപണമാണല്ലോ തിരുവനന്തപുരത്തു നിന്ന് കേൾക്കുന്നത്. അതിനിടയിൽ ജില്ലാ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ ഏതാണ്ടൊരു വാക്പോര് തന്നെ കമ്മിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്തു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, നാടകീയമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലെന്നുള്ള വിമർശനത്തിന് ജില്ലാ സെക്രട്ടറി മറുപടി പറയുമ്പോഴായിരുന്നു വാഗ്വാദമുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രീണനമെന്ന് തെറ്റിദ്ധരിച്ച് സെക്രട്ടറി മറുപടി പറഞ്ഞതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തു. മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കമുണ്ടായത്. അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ മിനിറ്റ്സ് പരിശോധിക്കണമെന്ന് ആവശ്യമുയർന്നു. തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇടപെടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വിമർശനം ശരിയായല്ല മനസ്സിലാക്കിയതെന്നും ജില്ലാ സെക്രട്ടറി തിരുത്തണമെന്നും M സ്വരാജ് നിർദ്ദേശിച്ചു. തിരുത്തിയ മറുപടിക്ക് ശേഷമാണ് രംഗം ശാന്തമായെന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മറ്റൊന്ന്, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി എന്നുള്ളതാണ്. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നും ആ മുതലാളിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നുമായിരുന്നു കരമന ഹരിയുടെ ആരോപണം. മുതലാളിയുടെ പേര് പറയണമെന്ന് മേൽക്കമ്മിറ്റി പ്രതിനിധി M സ്വരാജ് ശഠിച്ചു. പേര് പറയാൻ കരമന ഹരി കൂട്ടാക്കിയില്ല. ഇതേ തുടർന്നാണ് താക്കീത് ചെയ്ത ശേഷം വിശദീകരണം ആവശ്യപ്പെട്ടത്. അതേസമയം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വ്യാപകമായ വിമർശനം അത് ഇന്നലത്തെ ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നു. ഈ KSRTC ഡ്രൈവറുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കിയെന്നുമാണ് കുറ്റപ്പെടുത്തൽ. മാത്രമല്ല, KSRTC മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായെന്ന് ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നുവെന്നും രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഈ മന്ത്രി മുഹമ്മദ് റിയാസ്, കടകംപള്ളി സുരേന്ദ്രൻ തർക്കത്തിലും വിമർശനം ഉയർന്നു. മന്ത്രി ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും കരുതലിൽ നിർത്തിയെന്നുള്ള അതിരൂക്ഷ വിമർശനം ഉയർന്നു. മാധ്യമങ്ങളിൽ വിവാദത്തിന് വഴിമരുന്നിട്ടെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. അങ്ങനെ സർക്കാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ അടക്കമുള്ള കാര്യങ്ങൾക്കെതിരെ അതിഗുരുതര വിമർശനം അത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഉണ്ടായി. വിജയകുമാർ, സാധാരണഗതിയിൽ ഈ ആരോപണം അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു, അക്കാര്യത്തിൽ പരിശോധനകൾ നടക്കുന്നു. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം അല്ലെങ്കിൽ വിമർശനം ഉയർത്തിയ ഒരു നേതാവിനോട് വിശദീകരണം തേടുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലോ. അതിൻ്റെ പശ്ചാത്തലം എന്താണ്? അത് അങ്ങനെ ഉണ്ടാവാറുള്ളതല്ലല്ലോ. ഇപ്പോൾ തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന് ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി കമ്മിറ്റിയിൽ ആരോപിക്കുന്നു. അപ്പോൾ ആ മുതലാളിയുടെ പേര് പറയണം, ഇല്ലെങ്കിൽ വിശദീകരണം നൽകണം എന്ന നിലയിലേക്ക് സംസ്ഥാന ഘടകത്തിൻ്റെ പ്രതിനിധി ഒരു നിലപാട് സ്വീകരിക്കുന്നതൊക്കെ സാധാരണഗതിയിൽ കമ്മിറ്റിയിൽ കാണാറുള്ളതല്ലല്ലോ ഷഫീദ്. വിജയകുമാർ, ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം പറയുന്ന ഒരു കാര്യം, അതായത് ഈ വ്യക്തമായി പറയാൻ കഴിയാത്ത ഒരു ആരോപണം അത് ഗൗരവമുള്ള പാർട്ടി യോഗങ്ങളിൽ ഉന്നയിക്കരുത്, അതും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തി വേണം ഉന്നയിക്കാൻ എന്നുള്ളതും സംസ്ഥാന നേതൃത്വം നിലപാടായി ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും വിജയകുമാർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉയർന്നിട്ടുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒട്ടും ഗുണകരമല്ല. അത് മാത്രവുമല്ല, പാർട്ടിയെ സംബന്ധിച്ച് തിരുത്തൽ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ഗൗരവമുള്ള ഓർമ്മപ്പെടുത്തലുകൾ ജില്ലാ കമ്മിറ്റികൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളിൽ സമാനമായ വിമർശനം നമ്മൾ കേട്ടതാണ്. ഏതായാലും ആ തിരുത്തൽ നടപടിയിലേക്ക് CPM കടക്കും. അതിനിടയിൽ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളെ അതെങ്ങനെ സർവൈവ് ചെയ്യും? പ്രത്യേകിച്ച് CPI അടക്കം ഇതുമായി ബന്ധപ്പെട്ട CPMനെതിരെ ചില പരോക്ഷ വിമർശനം, മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ചില പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതിനെ CPM അതിജീവിക്കുക, അതാണ് രാഷ്ട്രീയമായി ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുക. വിജയകുമാർ. യെസ്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സ്പീക്കർ AN ഷംസീറിന് എതിരെ വിമർശനമുണ്ടായി. മുതലാളി ബന്ധം എന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ ആരോപണമുയർന്നത്. മുഖ്യമന്ത്രിക്കും മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർക്കും മുഹമ്മദ് റിയാസിനുമെതിരെയൊക്കെ വലിയ വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.
മഹാരാഷ്ട്രയിലെ ലോണാവാലയിലെ ബുഷി അണക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ട 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ ഉച്ചയോടെയാണ് ഡാം നിറഞ്ഞൊഴുകുന്നത് ആസ്വദിക്കാനെത്തിയ ഒരു കുടുംബത്തിലെ 5 പേർ കുത്തൊഴുക്കിൽപ്പെട്ടത്. ഒരു സ്ത്രീയും 4 കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത്. ലോണാവാലയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ആ ദൃശ്യങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കണ്ടിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. രക്ഷാപ്രവർത്തനം ഒന്നും നടക്കാത്ത സാഹചര്യമായിരുന്നു ആ സമയത്തെന്നും വേണം കരുതാൻ. ഇനി ആരുടെ മൃതദേഹമാണ് കണ്ടെത്താനുള്ളത്? ഈ രക്ഷാപ്രവർത്തകർക്ക് പരിശോധനയ്ക്ക് പറ്റുന്ന തരത്തിൽ കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുകയാണോ അവിടെ? വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് ബുഷി ഡാമിലാണ്. ഡാം പരിസരത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പുറകിൽ കാണുന്നതാണ് ഈ ഡാമിൽ നിന്ന് പുറത്തേക്ക് വെള്ളം പോകുന്ന ഭാഗം. ഈ അപകടം നടന്നിട്ടുള്ളത് ഇതിന് നേരെ എതിർവശത്താണ്. അതായത് ഡാമിലേക്ക് വെള്ളം വരുന്ന, മലകളിൽ നിന്ന് മലവെള്ളം ഒലിച്ച് വരുന്ന ആ മേഖലയിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഡാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിലല്ല ഇവർ പെട്ടുപോയത് എന്നത് ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ അപകടം നടന്ന കൃത്യസ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. ഇപ്പോൾ ഈ രക്ഷാദൗത്യ സംഘം അവർക്ക് വേണ്ട ഭക്ഷണവും സാധനങ്ങളും ഒക്കെയായി ഈ വഴി ആളുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. യുവാക്കൾ അടക്കമുള്ള നിരവധി പേർ ഇവിടെ രക്ഷാദൗത്യത്തിനായി വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു അപകടമാണ് നടന്നത്. വലിയ ഒരു ദുരന്തം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ആ ദൃശ്യങ്ങൾ അത്രയേറെ ഭീതിപ്പെടുത്തുന്നതാണ്. ഒരു കുടുംബം ഒന്നാകെ ഈ മലവെള്ളം കുതിച്ചെത്തുമ്പോൾ ഒരു പാറയിന്മേൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ജീവന് വേണ്ടി ഇങ്ങനെ അലറി വിളിക്കുന്ന ഒരു കാഴ്ച ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. കാരണം അത്രയധികം ഈ വെള്ളം കുത്തിയൊലിച്ച് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആളുകൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഈ അപകടത്തിന് പിന്നാലെ ആ സംഘത്തിലുണ്ടായിരുന്ന ചിലർക്കെങ്കിലും നീന്തി രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ 5 പേർ വെള്ളത്തിലേക്ക് പോയി. 36 വയസ്സുള്ള ഒരു സ്ത്രീ, പിന്നീട് 4 കുട്ടികൾ. അതിൽ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. 2 കുട്ടികളെയായിരുന്നു കണ്ടെത്താൻ ബാക്കിയുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ നടത്തിയ തിരച്ചിലിൽ 4 വയസ്സുള്ള അദ്നാൻ അൻസാരി എന്നൊരു കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിപ്പോൾ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കുട്ടിയെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. മരിയ അൻസാരി എന്ന 9 വയസ്സുകാരി. ആ കുഞ്ഞ് ഈ ഡാമിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്നത് മാത്രമേ അറിയൂ. ഏതായാലും അപകടം നടന്ന സ്ഥലത്തിനോട് ചേർന്നാണ് ഇപ്പോൾ രക്ഷാദൗത്യ സംഘം തിരച്ചിൽ നടത്തുന്നത്. ഏതായാലും ഡാമിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മഴക്കാലത്ത് സാധാരണ നിരവധി ആളുകൾ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ അത്രത്തിൽ നല്ലതാണ്. കാരണം കോടമഞ്ഞുണ്ട്, പ്രകൃതിയുടെ കാഴ്ചകളാണ്. അങ്ങനെ അത് ആസ്വദിക്കാൻ വേണ്ടി നിരവധി ആളുകൾ വരാറുണ്ട്. ഡാമിൻ്റെ മറുവശത്ത്, ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന ഭാഗത്ത്, ആ വെള്ളം ഈ ഡാമിന് മുകളിലൂടെ വരുന്ന ഭാഗത്ത്, അവിടെ ആളുകൾ ഈ വെള്ളത്തിൽ കുളിക്കാനും മറ്റുമായി എത്തുന്ന കാഴ്ചകളും പതിവായി കാണാറുണ്ട്. ആ ഒരു സ്ഥലത്തല്ല ഏതായാലും ഈ അപകടം നടന്നിരിക്കുന്നത്. മലവെള്ളം കുത്തിയൊലിച്ച് ഡാമിലേക്ക് വരുന്ന ഭാഗത്താണ് ഈ അപകടം നടത്തിയിട്ടുണ്ട്. മുൻപും ഈ തരത്തിൽ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഏതാണ്ട് 25ഓളം പേർ പല കാലങ്ങളായി ഇവിടെ ഡാമിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത്. ചില പഴയ പത്രവാർത്തകളിലും അത്തരത്തിലുള്ള നമ്പറുകൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ കാലാകാലങ്ങളായി വീഴ്ച വരുന്നുണ്ട് എന്നതാണ് ആവർത്തിക്കുന്ന അപകടങ്ങൾ സൂചിപ്പിക്കുന്നത്. വിജയകുമാർ. ശ്രീനാഥ്, സാധാരണഗതിയിൽ ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉയർത്തുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, അവിടെ മുൻകരുതൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടായിരുന്നോ, രക്ഷാപ്രവർത്തനത്തിന് ഇത്തരം സ്ഥലങ്ങളിൽ ആളുകളെ നിയോഗിക്കാറില്ലേ എന്നൊക്കെയുള്ള പതിവ് ചോദ്യങ്ങളാണ്. ഞാനും അത് ആവർത്തിക്കുകയാണ്. അത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ ഈ അപകടം തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ വേണ്ട മുൻകരുതലുകളോ ഒന്നും ലോണാവാലയിലെ ഈ പരിസരത്തുണ്ടായിരുന്നില്ലേ? വിജയകുമാർ, വരുന്ന വഴിക്ക് ഞാൻ കണ്ട ഏക ബോർഡുകൾ, പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞ ബോർഡുകൾ എല്ലാം തന്നെ ബുഷി ഡാമിലേക്ക് പോകുന്ന വഴികൾ ഏത്, അവിടെ സമീപത്തുള്ള റിസോർട്ടുകൾ ഏത്, ഭക്ഷണശാലകൾ ഏത് എന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ജീവനക്കാരെ ഇവിടെ കാണാനാവുന്നില്ല. ഈ വൃഷ്ടിപ്രദേശം ആകെ പലയിടങ്ങളിലായി ആളുകളുണ്ട്. ആളുകൾ ഏതൊക്കെ ഭാഗത്ത് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. വരുന്ന വഴിയിലൊക്കെ തന്നെ ആളുകൾ വണ്ടി ഒതുക്കി വൃഷ്ടിപ്രദേശത്തേക്ക് നടന്നു പോകുന്നത്, അവിടെയുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളിൽ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും ഇതുപോലെ മലവെള്ളം കുത്തിയൊലിച്ചെത്താനുള്ള, അപകടമുണ്ടാകാനുള്ള വലിയ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു ജാഗ്രത
ഉണ്ടാവേണ്ട ഇടത്ത് അത് ഉണ്ടായില്ല എന്നതാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ പോയ ആളുകൾക്കൊപ്പം തന്നെ ഇതിന് സുരക്ഷ ഒരുക്കേണ്ട ആളുകളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി, അത്തരമൊരു ചിന്ത പോയില്ല എന്നത് വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 25ഓളം പേർ പല കാലങ്ങളെ ഇവിടെ മരിച്ചു എന്നുള്ള പത്രവാർത്തകൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ ഇത്തരം സംഭവങ്ങൾ പലവട്ടം ആവർത്തിക്കപ്പെട്ടിട്ടും അത് തടയാനുള്ള ജാഗ്രത അതുണ്ടാവേണ്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് പറയുന്നത് ഏതായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. 4 പിഞ്ചു കുഞ്ഞുങ്ങളാണ്, 36 വയസ്സുള്ള ഒരു സ്ത്രീയും 4 കുഞ്ഞുങ്ങളും, അതിൽ 4 വയസ്സുകാരൻ്റെ മൃതദേഹം ഇന്ന് പുറത്തെടുക്കുമ്പോൾ ആ കാഴ്ചകൾ ഏതായാലും കണ്ടു നിൽക്കുക ഹൃദയഭേദകമാണ്. ഇനിയിപ്പോൾ 9 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഒരു പെൺകുട്ടി മരിയ അൻസാരി ഈ ഡാമിൽ എവിടെയോ, ഈ വെള്ളത്തിൽ എവിടെയോ ഉണ്ടാകാം എന്നുള്ളതാണ്. ജീവനോടെ കുട്ടിയെ പുറത്തെടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം, ഇത്രയും സമയം കഴിഞ്ഞ സ്ഥിതിക്ക് വളരെയധികം കുറവാണ്. എന്നാലും പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്നു. എവിടെയെങ്കിലും കുട്ടി കരക്കടിയുകയോ എവിടെയെങ്കിലും കയറി പറ്റുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നുള്ള പ്രതീക്ഷയിൽ ആ കുടുംബം കാത്തിരിക്കുന്നു. പൂനെയിൽ നിന്ന് വന്ന ഏതാണ്ട് 17-18 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അതിൽ കുറച്ച് പേരാണ് ഇന്നലെ ഈ കുത്തൊഴുക്കിൽ പാറയിൽ വെള്ളത്തിൻ്റെ നടുക്ക് വന്ന് പെട്ടുപോയത്. കരയിലിരിക്കുന്ന ആളുകൾക്കോ വെള്ളത്തിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകൾക്കോ ഒന്നും ചെയ്യാനാകാതെ മരണത്തെ മുഖാമുഖം കണ്ടുനിന്ന ഭീതിജനകമായ കുറേ നിമിഷങ്ങൾ. പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ ശക്തി കൂടുന്നു, ഓരോരുത്തരായി കൈവിട്ടു പോകുന്നു, എല്ലാവരും വെള്ളത്തിലേക്ക് പോകുന്നു. നീന്തി രക്ഷപ്പെടാൻ കഴിഞ്ഞത് വളരെ കുറച്ച് പേർക്ക് മാത്രം. 5 പേർ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി. അതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുക്കുന്നു. അതിൽ 2 കുട്ടികൾ, ഇന്ന് രാവിലെയും 2 കുട്ടികൾക്കായുള്ള തെരച്ചിൽ, അതിൽ ഒരു കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുക്കാനും കഴിഞ്ഞിരിക്കുന്നു. വിജയകുമാർ. യെസ്, ലോണവാലയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ. ശ്രീനാഥ് പറഞ്ഞതുപോലെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല, വല്ലാത്ത ദൃശ്യങ്ങളാണ്. കരയ്ക്ക് നിൽക്കുന്നവരൊക്കെ മരച്ചില്ലയൊക്കെ ഒടിച്ച് അവർക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ വേഗത്തിൽ വിജയം കണ്ടില്ല. അതൊക്കെ ആ നീക്കങ്ങളൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. ഇനി ഒരു കുഞ്ഞിനെ കൂടി കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തകർ വലിയ തെരച്ചിൽ നടത്തുന്നുണ്ട് ആ പരിസര പ്രദേശങ്ങളിൽ. ഇപ്പോൾ 4 വർഷ ബിരുദ കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയാണ്. ആ പരിപാടിയുടെ തത്സമയ ദൃശ്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സയൻസ് പഠിക്കുന്നവർ സാമൂഹ്യ, സാംസ്കാരിക, മാനവിക വിഷയങ്ങൾ പഠിച്ചുകൂടുന്നോ മറിച്ചോ ഉള്ള വിലക്കുകൾ ഇനി മുതൽ ഉണ്ടാവില്ല. കോംപ്ലിമെൻ്ററി എലക്റ്റീവ് എന്ന രീതി ഇനിയില്ല. ഉദാഹരണമായി ഫിസിക്സ് ബിരുദത്തിന് ചേരുന്ന ഒരു വിദ്യാർത്ഥി കെമിസ്ട്രിയും മാത്തമാറ്റിക്സും മാത്രം പഠിക്കുന്ന നിലവിലെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥിയുടെ താല്പര്യാനുസൃതം ഫിസിക്സിനോടൊപ്പം ഇലക്ട്രോണിക്സ് പോലെയുള്ള വൊക്കേഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഫിസിക്സിനോടൊപ്പം മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമോ അല്ലെങ്കിൽ ഫിസിക്സിനോടൊപ്പം സാഹിത്യമോ സംഗീതമോ പഠിക്കാനുള്ള സാധ്യതകളടക്കമുള്ള സംവിധാനമാണ് ഉറപ്പുവരുത്തുന്നത്. തൊഴിലിൽ ഊന്നൽ നൽകിയോ ഗവേഷണത്തിൽ ഊന്നൽ നൽകിയോ പഠിക്കാം. ഇതിലേത് രീതിയിലും പഠന പരിശീലനങ്ങളോടെ 3 വർഷ സാധാരണ ഡിഗ്രിയോ 4 വർഷ ഓണേഴ്സ് ഡിഗ്രിയോ കരസ്ഥമാക്കാൻ കഴിയും. ആദ്യ വർഷം നിർബന്ധ ഫൗണ്ടേഷൻ കോഴ്സുകളാണ്. ആദ്യത്തെ 2 വർഷം 4 വർഷ ബിരുദ കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. നഴ്സറി ക്ലാസ്സിലേക്ക് കടലാസ് കത്തിച്ചിട്ടു. കുട്ടികളുടെ പഠനോപകരണങ്ങളും പുസ്തകങ്ങളും കത്തി നശിച്ചു. രാവിലെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ സാധിച്ചത് സ്കൂളിൻ്റെ ക്ലാസ് മുറിയുടെ ഗ്രിൽസ് പൊളിച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ ഗ്രില്ലിൻ്റെ പൂട്ട് തകർത്തിട്ടുണ്ട്. ആ സമയത്തും കുട്ടികളെ ചെറിയ മക്കളായതുകൊണ്ട് അവർ കിടന്നുറങ്ങുന്ന പായമുണ്ട്, അതുമൊക്കെ വാരി വലിച്ചിട്ട് അതിനകത്ത് കിടന്നുറങ്ങിയ രീതിയിലാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, ഈ പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? സാമൂഹ്യ വിരുദ്ധർ എന്നെല്ലാ അർത്ഥത്തിലും പറയാവുന്നവർ തന്നെയാണ് ഈ കൃത്യം ചെയ്തത്. ആരാണ്, എന്താണ് അവരുടെ ലക്ഷ്യം? അവരെ പറ്റി പോലീസിന് എന്തെങ്കിലും സൂചനകളുണ്ടോ?
വിജയകുമാർ, സംഭവത്തിൽ ആദൂർ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അല്പം സമയം മുമ്പ് ആദൂർ പോലീസിൽ നിന്ന് SI ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ ഒരിടത്തും CCTVകളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ പ്രദേശത്തും ഈ ഒരു അതിക്രമം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തും CCTVകൾ ഇല്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ പ്രതികളെന്ന് കണ്ടുപിടിക്കുക കുറച്ച് ദുഷ്കരമാണ്. സമീപ പ്രദേശത്തെ വീടുകളുണ്ട്, തൊട്ടു പുറകിൽ ഈ പഞ്ചായത്ത് ഓഫീസുണ്ട്. ആ പ്രദേശത്തെയൊക്കെ CCTVകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രതികൾ ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കൂ എന്നാണ് പോലീസും പറയുന്നത്. ഈ നഴ്സറി ക്ലാസ്സിന് തൊട്ട് അപ്പുറത്ത് എതിർവശത്തെ വിശാലമായ ഗ്രൗണ്ടാണ്. അതിന് തൊട്ടു പുറകിൽ ഒരു പറമ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സാമൂഹ്യ വിരുദ്ധർക്ക് സുരക്ഷിതമായി അവർക്ക് അവരുടെ താവളമായി മാറാനുള്ള ഒരു സാഹചര്യമാണ് ഈ പ്രദേശമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഈ ഗ്രില്ല് പൊളിച്ച് അകത്ത് കടന്ന് ഈ പാഠപുസ്തകങ്ങൾക്കും അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്, നഴ്സറി കുട്ടികളാണ്, അവരുടെ കളിക്കോപ്പുകൾക്കുമൊക്കെ തീയിട്ടതായിട്ടാണ് ഈ അധ്യാപകർ ഇന്ന് രാവിലെ എത്തുമ്പോൾ കാണാൻ സാധിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ, നഴ്സറി ക്ലാസ്സിലേക്ക് കടലാസ് കത്തിച്ചിടുകയാണ് ചെയ്തത്. ഇതോടെ ക്ലാസ്സിനാകെ തീപിടിച്ചു. കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ, കളിപ്പാട്ടങ്ങളൊക്കെ കത്തി നശിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ CCTV പരിസരത്തൊന്നും ഇല്ലാത്തത് പ്രതികളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരും, ഇടവേളയ്ക്ക് ശേഷം. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബുമായുള്ള ഭൂമി ഇടപാടിൽ കരാർ എഴുതിയത് 1 വർഷം മുൻപെന്ന് പരാതിക്കാരൻ ഉമർ ഷെരീഫ് 3 തവണയായാണ് 30 ലക്ഷം രൂപ നൽകിയത്. സ്ഥലത്തിന് ബാധ്യതയുണ്ടായിരുന്നു എന്ന കാര്യം ആദ്യം DGP പറഞ്ഞിരുന്നില്ല. ബാധ്യതയില്ല എന്നാണ് കരാറിൽ പറഞ്ഞിരുന്നതെന്നും ഉമർ ഷെരീഫ് 24-നോട് പ്രതികരിച്ചു. ടോട്ടൽ എമൗണ്ട് 74 ലക്ഷം രൂപയാണ് കരാർ പറഞ്ഞ് സമ്മതിച്ചത്. അതിൻ്റെ കരാർ എഴുതിയത് കഴിഞ്ഞ വർഷം ജൂൺ 22-ാം തീയതിയാണ് കരാറായത്. അന്നേ ദിവസം തന്നെ 15 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് SBI ആൽത്തറ ബ്രാഞ്ചിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ 15 ലക്ഷം രൂപ റിസീവ് ചെയ്തിട്ടുള്ളായിരുന്നു ഫസ്റ്റിൽ. അപ്പോൾ രണ്ടാമത് കൊടുത്ത 10ഉം മൂന്നാമത് കൊടുത്ത 5ഉം ചേർത്ത് 15 ലക്ഷം രൂപ റിസീവ്ഡ് 15 ലാക്സ്, ടോട്ടൽ 30 ലാക്സ് എന്ന് DGP തന്നെ ഒറിജിനൽ എഗ്രിമെൻറ്റിൻ്റെ പുറകുവശത്ത് പുള്ളിയുടെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഈ 30 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം വീണ്ടും 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണണമെന്ന് പറഞ്ഞു. ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ട്രേസ് ചെയ്ത് ആ ബ്രാഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചത്. അപ്പോഴാണ് അറിയുന്നത് അവിടെ 26 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ലയബിലിറ്റി ഉണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഇതിൽ നടന്ന ഒത്തുതീർപ്പ് ഇടപാടുകളുടെ ഒക്കെ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നത്? വിജയകുമാർ, ഇപ്പൊ ഈ DGP ഇറക്കിയ വിശദീകരണം പൊളിയുകയാണ്, ആ വാദം പൊളിയുകയാണ് ഈ ഷെരീഫിന്റെ പ്രതികരണത്തോടെ. കാരണം ഈ 2023 ജൂൺ 22-നാണ് തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായി ഉമർ ഷെരീഫും ഈ DGPയുടെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ പേരിലുള്ള ഈ സ്ഥലം വാങ്ങാൻ കരാറായത്. 10.5 സെന്റ് വസ്തു 74 ലക്ഷം രൂപയ്ക്കായിരുന്നു കരാർ. 2 മാസത്തിനകം സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകണമെന്നായിരുന്നു ധാരണ. അതിനെ തുടർന്ന് അഡ്വാൻസായി 30 ലക്ഷം രൂപ DGPക്ക് നൽകി. അത് 25 ലക്ഷം രൂപ 2 തവണയായി അക്കൗണ്ട് വഴിയും 5 ലക്ഷം രൂപ പണമായി DGPയുടെ ഓഫീസിൽ നേരിട്ട് എത്തിച്ചു നൽകിയെന്നാണ് ഷെരീഫ് പറയുന്നത്. എന്നാൽ കൂടുതൽ തുക DGP ആവശ്യപ്പെട്ടതോടെ പരാതിക്കാരൻ ഈ ഭൂമിയുടെ ആധാരം കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഉമർ ഷെരീഫ് സ്വന്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ SBI ബാങ്കിൽ 26 ലക്ഷം രൂപയുടെ ബാധ്യത ഈ സ്ഥലത്തിനുണ്ടെന്ന് കണ്ടെത്തി. ഇതോടെ ഈ സ്ഥലം വേണ്ട എന്നും അഡ്വാൻസ് നൽകിയ 30 ലക്ഷം രൂപ തിരികെ വേണമെന്നും DGPയോട് ആവശ്യപ്പെട്ടു. പക്ഷേ DGP പ്രതികരിച്ചില്ല. തുടർന്ന് 1 വർഷമായിട്ടും പണം കിട്ടാതായതോടെയാണ് കോടതി വഴിയെ വക്കീൽ മുഖേന നോട്ടീസ് അയച്ചത്. പക്ഷേ ഈ നോട്ടീസിന് മറുപടിയായി DGP പറഞ്ഞത് തനിക്ക് പണം തിരികെ നൽകാൻ കഴിയില്ല, പകരമായി ഈ സ്ഥലം താങ്കൾ എടുത്തോളൂ എന്നാണ്. പക്ഷേ അപ്പോഴേക്കും ഈ ഉമർ ഷെരീഫിന് ഈ സ്ഥലം വേണ്ട, തനിക്ക് പണം തന്നെ അഡ്വാൻസായി കിട്ടിയ പണം തന്നെ തിരികെ കിട്ടിയാൽ മതി എന്ന നിലപാടാണ് എടുത്തത്. തുടർന്നാണ് കോടതിയിൽ കേസ് കൊടുത്തത്. ഇപ്പോൾ ഈ ജപ്തി നടപടിയിൽ എത്തി നിൽക്കുന്നതും. ഇതിനെ തുടർന്നാണ് DGP വിശദീകരണം നൽകിയത്. ഈ അഡ്വാൻസ് പണം തന്ന ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടിയെന്ന് 3 മാസം കഴിഞ്ഞിട്ടും ഈ മുഴുവൻ തുകയും നൽകാത്തതിനെ തുടർന്ന് അഡ്വാൻസ് തിരികെ ചോദിച്ചുവെന്നുമാണ് DGP വിശദീകരണം നൽകിയത്. ഭൂമി വിറ്റിട്ട് പണം നൽകാമെന്ന് അറിയിച്ചുവെന്നും DGP ഇറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ വിശദീകരണം എല്ലാം തന്നെ ഈ പരാതിക്കാരൻ നിഷേധിക്കുകയാണ്. ഈ മതിൽ കെട്ടുന്ന കാര്യം DGP അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ കരാർ ഉണ്ടാക്കിയപ്പോൾ ആ കരാറിൽ തന്നെ പറഞ്ഞ് DGP എഴുതി ഒപ്പിട്ട് തന്നതാണ്
അതായത് ഇതിൽ ഒരു ബാധ്യതയും ഇല്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ DGP നടത്തിയത് വഞ്ചനാ കുറ്റമാണ്. കാരണം ബാധ്യതയുള്ള ഒരു സ്ഥലം വിൽക്കാൻ ശ്രമിക്കുന്നത് അത് സംസ്ഥാന പോലീസ് മേധാവി അതിന് നേതൃത്വം നൽകുന്നതിന് ഏറ്റവും ഗൗരവതരമായ വിഷയമാണ്. മാത്രമല്ല ഈ 5 ലക്ഷം രൂപ പണമായി DGPയുടെ ഓഫീസിൽ നേരിട്ടെത്തുന്നതും അതും ക്രമരഹിതമാണ്. അങ്ങനെ ഒരുപാട് ഗൗരവതരമായ വിഷയങ്ങൾ ഈ ഇടപാടിൽ നിലവിലുണ്ട്. സ്ഥലത്തിന് ബാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യം DGP മറച്ചുവെച്ചു. ബാധ്യത ഇല്ല എന്ന് കരാറിൽ പറഞ്ഞു. പിന്നീടാണ് ഈ ബാധ്യതയുടെ വിവരങ്ങൾ ഈ ഭൂമി വാങ്ങാൻ വന്നയാൾ ഉമർ ഷെരീഫ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു തരം വഞ്ചന നടന്നു എന്നാണ് പരാതിക്കാരൻ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ DGP നൽകിയ വിശദീകരണങ്ങളാകെ പൊളിയുന്നതാണ്. ഇപ്പോൾ പരാതിക്കാരനായ ഉമർ ഷെരീഫിൻ്റെ വാദങ്ങൾ അത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ DGPയുടെ വിശദീകരണം ആകെ പൊളിയുകയും ചെയ്യുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. മലപ്പുറം നിലമ്പൂരിൽ ഭീതി വിതച്ച് വീണ്ടും പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി. അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ കരിമ്പുഴ ഭാഗത്താണ് ഒറ്റയാൻ എത്തിയത്. ഇന്നലെ വഴിക്കടവിൽ കുട്ടികൾ കളിച്ചിരുന്ന ഗ്രൗണ്ടിലേക്കും കാട്ടാന എത്തിയിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. സമീർ, ഈ ഒറ്റയാൻ കാട്ടിലേക്ക് തിരികെ പോയോ? ഇപ്പോൾ ആന കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിന് സമീപത്ത് ആന പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അത് തിരികെ കാട്ടിലേക്ക് പോയോ? കാട്ടാന കാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഈ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് കാട്ടാന ഇറങ്ങിയത് ഇന്നലെ വൈകുന്നേരമാണ്. ഈ വഴിക്കടവിലുള്ള കാടിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാറുള്ളത്. ഈ ഭാഗത്തേക്കാണ് ഒറ്റയാൻ വരികയും ഏറെ നേരം ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിയൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം കാട്ടാന മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെയും കാട്ടാന ഭീതി വിതക്കുകയോ മറ്റു ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. കുട്ടികളൊക്കെ അവരുടെ കളി തുടരുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ വഴിക്കടവിൽ കാട്ടാന ഇറങ്ങി ഇത്തരത്തിൽ കളിയെല്ലാം തന്നെ കണ്ട് മടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് നിലമ്പൂർ അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള CNG റോഡിൽ ആണ് ഇന്ന് കാട്ടാന ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഇറങ്ങിയത്. കാട്ടാന റോഡ് മുറിച്ച് കരിമ്പുഴ ഭാഗത്തേക്ക് നീങ്ങി എന്നുള്ളതാണ് യാത്രക്കാർ നമ്മോട് വ്യക്തമാക്കിയത്. 15 മിനിറ്റോളം ഈ റോഡിൽ ഗതാഗതം തടസ്സം നേരിടുകയും ചെയ്തു. എന്നാൽ ആരും തന്നെ ശബ്ദമുണ്ടാക്കുകയോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ഘട്ടത്തിൽ ആനയും പ്രശ്നമുണ്ടാക്കാതെ നിലവിൽ കാട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. വിജയകുമാർ. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തുനിന്ന്. കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കണ്ട് ഒറ്റയാൻ ആസ്വദിച്ചു, അതിനുശേഷം കാട്ടിലേക്ക് മടങ്ങി എന്നാണ് സമീർ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണോ? നാട്ടുകാർക്ക് എത്ര ആശങ്കയുണ്ട് എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. മലപ്പുറത്ത് കുട്ടികൾ കളിച്ചിരുന്ന ഗ്രൗണ്ടിലേക്ക് കാട്ടാനെത്തി. അത് അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ കരിമ്പുഴ ഭാഗത്താണ് ഈ ഒറ്റയാൻ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ആനയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.